ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഈ പഴംപൊരിയുടെ റെസിപ്പി ഞാൻ പറയാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പഴംപൊരി എങ്ങനെയുണ്ട് നോക്കാം, അതിന് ശേഷം റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം എന്ന് പറയുന്നത് നല്ല പഴമൊക്കെ നല്ല മെൽറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി പഴംപൊരി ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്ന സമയത്തുണ്ടായ ഒരു അബദ്ധത്തിലൂടെ വന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ കഥ ആദ്യം തന്നെ ഞാനൊന്ന് പറയാം. അതിന് ശേഷം നമുക്ക് ഈ പഴംപൊരി റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ. ഞാനൊരു 8ാം പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുക്കിങ്ങൊക്കെ. അപ്പോൾ നേരത്തെ ഞാൻ ഈ വനിതാ പാചകം കുറിപ്പൊക്കെ നോക്കി ഓരോന്നൊക്കെ ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്താണ് ഞാനൊരു ദിവസം ഉമ്മ ഇങ്ങനെ പഴം പൊരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനിന്ന് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഉമ്മ പറഞ്ഞു ഓക്കെ ഉണ്ടാക്കിക്കോ എന്നാൽ. അപ്പോൾ അതിന് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നു. 2 ടിന്നിൽ, ഒരു ടിന്നിൽ മൈദയുണ്ട്, ഒരു ടിന്നിൽ അരിപ്പൊടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മൈദ കൂടുതലിടണം, അരിപ്പൊടി കുറച്ചിടണം എന്നാണ് പറഞ്ഞു തന്നത്. പക്ഷേ ഞാനത് മിക്സായി, 2 ടിന്നിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ലാസ്റ്റ് ഏതാ കൂടുതലിട്ട് ഏതാ കുറച്ചിട്ടെന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ഉമ്മനോട് പോയി ചോദിച്ചാൽ ഉമ്മ ചിലപ്പോൾ എന്നോട് ഉണ്ടാക്കണ്ടെന്ന് പറയും. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2 ടിന്നിൽ നിന്നും ഒരേപോലെ ബാലൻസ് ആയിട്ട് ഇട്ടു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയത്. അപ്പോൾ അന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളെ വീട്ടിലെ പഴംപൊരിച്ച ഉണ്ടാക്കുമ്പോൾ ഒരു വെള്ള കളറായിരുന്നു. കാരണം മൈദ കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് കളറ് കിട്ടില്ല. പക്ഷെ അതിന് ശേഷം ഈ പഴംപൊരിച്ച വന്ന പിന്നെ ഈ പഴംപൊരിച്ചാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ഡാഡിയുടെ അനിയനുണ്ടായിരുന്നു, ഞാൻ ഇയായെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇയായ വന്ന് ചോദിച്ചു, ആരാ ഉണ്ടാക്കി പഴംപൊരിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ, കാരണം കൊളായിട്ടാണോ എന്ന്. എന്നോട് കൊളായിട്ടിരിക്കുക എന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഞാനത് മിണ്ടാതിരുന്നു. അപ്പോൾ കൊളായിട്ട് ചോദിക്കുകയാണോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജസ്തിയാണ് ഉണ്ടാക്കിയത്. എന്നെ വീട്ടിൽ ജസ്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജസ്തിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ജസ്തി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം നമുക്ക് കുക്കിംഗ് പഠിച്ച് വരുന്ന സമയത്ത് കിട്ടുന്ന അഭിനന്ദനങ്ങളല്ല അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ പഴം പൊരിച്ച റെസിപ്പി സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടോയെന്ന്. പക്ഷേ ഈ റെസിപ്പി യൂട്യൂബിലില്ല. അപ്പം ഇത് ഫസ്റ്റിലാണ് യൂട്യൂബിൽ ഈ ഒരു റെസിപ്പി വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ പഴം പൊരിച്ച റെസിപ്പി ഞാൻ കാണിക്കാം. അപ്പം നമുക്കിതിന് ആദ്യം തന്നെ ഒരു ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 3/4 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാട്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടിയാണ്, അരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറയ്ക്കുക കേട്ടോ, വേണമെങ്കിൽ കൂട്ടിയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ചിട്ട് ഉപയോഗിക്കുക. ഇത് അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മാവ് മാത്രം ബാലൻസ് വരികയാണെങ്കിൽ നമുക്കത് മാത്രം ഫ്രൈ ചെയ്തെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു 250 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒഴിക്കുന്ന വെള്ളമൊക്കെ ചേർത്തിട്ട് കേട്ടോ ഞാൻ പറഞ്ഞത് 280 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും നോക്കേണ്ട, കാരണം ഓരോ മാവും കുടിക്കുന്ന വെള്ളം ഓരോ രീതിയിലായിരിക്കും. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയാൽ മതി. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്, കാരണം നമ്മളിതിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഈ മാവൊന്ന് വെച്ചാൽ എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ തന്നെ ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കി വെക്കാം. കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ കട്ടായിട്ടാണ് വീഴുന്നത്. അപ്പോൾ ആ ഒരു പരുവം നോക്കിയിട്ടൊന്ന് ബാറ്ററാക്കി റെഡിയാക്കി വെച്ചാൽ മതി. നമുക്കിതിലേക്ക് എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കരിഞ്ജീരകം നമുക്ക് ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്നതാട്ടോ.
അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് എള്ളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കരിഞ്ജീരകം വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ചിലപ്പം കരിഞ്ജീരകത്തിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒന്ന് വായിലിട്ട് കടിച്ച് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം കുറേ കയ്പ്പാണെങ്കിൽ പിന്നെ നമ്മളെ പഴംപൊരിയിൽ ആ കയ്പ്പ് വരും. അപ്പോൾ ഈ ബാറ്ററൊക്കെ റെഡിയാക്കിയ ശേഷം മാത്രം ഈ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതാ പഴം ഇതുപോലെ പഴുത്ത പഴം കേട്ടോ എടുക്കുന്നത്. അപ്പം പഴുത്ത പഴമാകുമ്പം ഈ പഴം പൊരിച്ചതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ കറുപ്പ് വന്ന പഴം ഉപയോഗിക്കുക. അപ്പോൾ ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി വേണമെങ്കിൽ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തും എടുക്കുക. നമ്മുടെ ബാറ്റർ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ബാറ്റർ എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് പഴം ഓരോന്നായി ഇതിൽ മുക്കി നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഓയിൽ തന്നെയാണ് ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ നല്ല ചൂടായ ശേഷം മാത്രം പഴം ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എണ്ണ കുടിച്ചിരിക്കും. പിന്നെ ഫ്ലെയിമും ഞാൻ കുറച്ചിട്ടൊന്നുമില്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെച്ചത്. നമുക്ക് ഈ പഴങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടവർ ഭയങ്കര സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് മാറ്റാനൊന്നും പോകണ്ട, കാരണം നമ്മളിപ്പോൾ അത് മാറ്റിയാൽ അത് പൊട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ ഓയിൽ കയറും. അപ്പോൾ അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിതൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവരെ അടർത്തി മാറ്റാം കേട്ടോ. പഴംപൊരിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതല്ലേ. പിന്നെ ചായക്കടയിലെ പഴംപൊരി എന്ന് പറഞ്ഞ് എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ഒട്ടിപ്പിടിച്ചതൊക്കെ നമുക്ക് ഇതൊന്ന് വിടർത്തി മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല മഞ്ഞ കളറിലിരിക്കുന്നത്. അതുമാത്രമല്ല നല്ല മധുരമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് പുറം ഭാഗം. ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇത് നല്ല കറുമുറായിരിക്കുകയാണ് ഇതിൻ്റെ പുറത്തെ ഭാഗം. പിന്നെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഴുത്ത പഴമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ചൂടൊക്കെ തട്ടുമ്പോൾ ഈ പഴം ഒന്നും കൂടെ ഒന്ന് മെൽറ്റായിട്ട് കണ്ടോ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പഴംപൊരി കഥയും പഴംപൊരിയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2020 കോമ്പറ്റീഷൻ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2020 എന്നുള്ള കോമ്പറ്റീഷൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും തീർച്ചയായിട്ടും പങ്കെടുക്കാം കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.